അടിമയായി പിടിച്ചുകൊണ്ടുവന്ന ഒരു പെൺകുട്ടിയാണ്. അന്നത്തെ കാലത്ത് ഈ കുഞ്ഞുങ്ങളെ അടിമയായിട്ട് എവിടോട്ടാണ് പിടിച്ചോണ്ട് പോകുന്നതെന്ന് ആർക്കും പറയുവാൻ കഴിയുകയില്ല. അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടാൽ പിന്നെ ആ സ്ത്രീക്ക് ഒരിക്കലും ഈ കുഞ്ഞുങ്ങളെ തിരികെ കിട്ടുകയില്ല. വല്ലാത്തൊരു സാഹചര്യത്തിന്റെ നടുവിൽ വഴിമുട്ടി ഗതിമുട്ടി നിൽക്കുമ്പോൾ, വാതിലുകൾ മുഴുവൻ അടയപ്പെട്ടു നിൽക്കുമ്പോൾ, ദൈവപുരുഷനായ എലീശായെ കൃത്യമായ സമയത്ത് ആ ഭവനത്തിലേക്ക് ദൈവം അയക്കുന്നു. എന്തിനാണെന്നറിയാമോ? ആ ക്ഷാമകാലത്ത്, ആ കടത്തിന്റെ കാലത്ത്, ആ പ്രതിസന്ധിയുടെ കാലത്ത് ആ കുടുംബത്തെ സമൃദ്ധിയിലേക്ക് നയിക്കുവാൻ, കടഭാരങ്ങളെ മാറ്റുവാൻ, ആ വീട്ടിൽ വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാൻ. അവിടെ ഞാൻ കാണുന്നു സഹോദരങ്ങളെ, ദൈവത്തിന്റെ കൃത്യമായ സമയം. വിശ്വസിക്കുന്ന വ്യക്തിത്വങ്ങളോടാണെന്ന് അറിയാം. ദൈവത്തിന്റെ റൈറ്റ് ടൈം, ദൈവത്തിന്റെ കൃത്യമായ സമയം, ദൈവത്തിന്റെ ആക്യുറേറ്റ് ആയിട്ടുള്ള ടൈം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് തലമുറയില്ലാതെ ഭാരപ്പെടുന്ന കുടുംബത്തോട്, വർഷങ്ങളായി തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന കുടുംബത്തോട് ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം കേട്ട അബ്രഹാം 100-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം പ്രാപിക്കുമ്പോൾ കൃത്യമായ സമയം, ദൈവത്തിന്റെ സമയം അതായിരുന്നു പ്രിയരെ. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് തലമുറകളെ തരും. ജോലിയില്ലാതെ, തൊഴിലില്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ കൃത്യമായ സമയത്ത് സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി വാതിൽ തുറക്കും. വർഷങ്ങളായി, മാസങ്ങളായി പല വിവാഹാലോചനകൾ കടന്നു വരുന്നു, നിന്റെ വിവാഹം നടക്കുന്നില്ല. പല ആലോചനകൾ കടന്നു വരുന്നു, എല്ലാ ആലോചനകളും മുടങ്ങിപ്പോകുന്നു, നിന്റെ കുഞ്ഞിന്റെ വിവാഹം നടക്കുന്നില്ല. കൃത്യമായ സമയത്ത്, ആ ദൈവത്തിന്റെ കൃത്യസമയത്ത്, ആ ദൈവത്തിന്റെ കൃത്യസമയത്ത് സ്വർഗത്തിലെ ദൈവം നിന്റെ തലമുറയ്ക്ക് തക്കതായ ഒരു തുണയെ കൊടുത്ത് മാനിക്കുവാൻ വിശ്വസ്തനാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലായിടത്തും ദൈവത്തിന്റെ ആ കൃത്യസമയത്തെ കാണുന്നു. പുതിയ നിയമത്തിലേക്ക് വന്നേ. പുതിയ നിയമത്തിൽ വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, നേരമില്ല. ഒരു കാര്യം ഞാൻ എടുത്തു പറയാം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ, നിങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിൽ തുറക്കണം. അതിന്റെ 1-ാമത്തെ വാക്യം നിങ്ങൾ ആദ്യം നോക്കണം. ലൈവ് ചാറ്റിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത് പേസ്റ്റ് ചെയ്ത് ഇടുന്നുണ്ടായിരിക്കാം. അപ്പോസ്തല പ്രവൃത്തി 12-ന്റെ 1-ാമത്തെ വാക്യം ആദ്യം ശ്രദ്ധിക്കണം. എല്ലാം കൂടെ വായിച്ചു തീർക്കരുത് ദയവായി, ഒന്നും മനസ്സിലാകുകയില്ല. 1-ാമത്തെ വാക്യം, ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ ഹെരോദ വാൾ കൊണ്ട് കൊന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം. ഹെരോദ രാജാവ് അപ്പോസ്തലനായ യാക്കോബിനെയും പത്രോസിനെയും തടവിലാക്കി. തലേ ദിവസം യാക്കോബിനെ കഴുത്തുവെട്ടി കൊന്നു കളഞ്ഞു. നെക്സ്റ്റ് ഡേ, പിറ്റേ ദിവസം പത്രോസിനെ കൊല്ലുവാൻ അവർ തയ്യാറായി. അവനെയും പിടിച്ചു. പെസഹായുടെ അന്ന്, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ അന്ന് പിടിച്ചു. എന്നാൽ അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നാം കാണുന്നു, ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചിരിക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു. ഈ സഭയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. സഭയോട് പരിശുദ്ധാത്മ പറയുന്നു, പ്രാർത്ഥിക്കുക. കാരണം സഭയുടെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന ദൈവത്തിന് പ്രസാദകരമാണ്. സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് സ്തോത്രം. സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ശുശ്രൂഷകരെയും ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കുഞ്ഞുങ്ങളെയും ദൈവസഭയുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം. ചെറിയ സഭയെന്നോ വലിയ സഭയെന്നോ നോക്കാതെ ദൈവസഭകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ദേശത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദേശത്തിന്റെ മതസൗഹാർദ്ദത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദേശത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദേശത്തിന്റെ ഐക്യതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തിരിച്ചറിയണം, ഹെരോദ രാജാവ് ജനത്തിന്റെ മുൻപിൽ പത്രോസിനെ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി
രണ്ട് പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്ന പത്രോസ് ഉറങ്ങുമ്പോഴും, ഓ ഹല്ലേലൂയ, സഭ ഉറങ്ങുകയല്ലായിരുന്നു. അപ്പോസ്തലൻ ഉറങ്ങുമ്പോഴും സഭ ഉറങ്ങുകയല്ലായിരുന്നു. ഞാൻ ഇതിന്റെ ഇടയിൽ വളരെ സീരിയസ് ആയിട്ട് പ്രസംഗിക്കുമ്പോൾ തമാശ പറയുന്നത് ശരിയല്ലല്ലോ, എങ്കിലും പറഞ്ഞു പോവുകയാണ്. ഇപ്പോഴത്തെ കാലഘട്ടം തിരിച്ചാണ്. അപ്പോസ്തലൻ പാരാത്രി വരെ, 3 മണി വരെ, 2 മണി വരെ ഉറക്കമുളച്ചിരിക്കുന്നു. സഭ 10:30 പെരയ്ക്കകത്ത് കയറുന്നു. പാസ്റ്റർമാർ ഉൾപ്പെടെ മിക്കവരും 1 മണിക്കുള്ളിൽ അവർ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെടുന്നു. അപ്പോഴും അപ്പോസ്തലൻ രാത്രി 2:30 മണിക്ക് 3 മണിക്ക് ഉറക്കമുളച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ബൈബിൾ ധ്യാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. അപ്പോസ്തലൻ ഉറങ്ങുന്നു, റെസ്റ്റ് എടുക്കുന്നു. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലന്മാരും പ്രാർത്ഥിക്കണം, എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണം. ഒരാൾ മാത്രം പ്രാർത്ഥിച്ചാൽ ഒക്കില്ല. പക്ഷെ സഭയുടെ പ്രാർത്ഥന വളരെ ശക്തമാകണം. നമ്മുടെ ചർച്ചിൽ പല പ്രിയപ്പെട്ടവരും രോഗങ്ങളാൽ ഭാരപ്പെടുന്നു, പലരും ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുന്നു, പല കുടുംബങ്ങളും പലവിധ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നുണ്ട്. എല്ലായിടവും ഉണ്ട്. എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്കുവാൻ ഒരു കൂട്ടത്തെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഞാന് ഇന്നലെ രാത്രിയിലും കർത്താവിന്റെ വചനം ധ്യാനിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ, ഇന്നലെ രാത്രികാലത്തിലും കർത്താവിന്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിച്ചു. സഭയ്ക്ക് വേണ്ടി, ഷദായ് മിനിസ്ട്രീസിലെ കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് പെട്ടെന്ന് ബൈബിളിനകത്ത് ഒരു വാചനം, ഒരു ഭാഗം എന്നെ കാണിച്ചു. വിലാപങ്ങളുടെ പുസ്തകം അതിന്റെ 2-ാം അധ്യായം, അതിന്റെ 18-19 വാക്യങ്ങൾ. അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു. സിയോൻ പുത്രിയുടെ മതിലേ, രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്, നിന്റെ കൺമണി വിശ്രമിക്കരുത്. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്ക. രാത്രിയുടെ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്ക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലയ്ക്കൊക്കെ വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവനിലേക്ക് കൈമലർത്തുക. രാത്രിയുടെ യാമാരംഭങ്ങളിൽ എഴുന്നേറ്റ് ഓലോല കണ്ണുനീർ ഒഴുക്കുന്നവരെ സഭയിൽ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. തിന്നു കുടിച്ച് സുഖമായി കിടന്നുറങ്ങി സമർത്ഥികളുടെ നടുവിൽ കടന്നു പോകുന്ന സഭേ, ദേശം നശിക്കുമ്പോൾ, പട്ടണം നശിക്കുമ്പോൾ, ജനം വ്യാധികളാൽ രോഗങ്ങളാൽ തകരുമ്പോൾ, കാവൽക്കാരാ രാത്രി എന്തായി എന്ന് നിന്നോട് ചോദിക്കുമ്പോൾ, ഇടിവിൽ നിന്ന് മതില് കെട്ടി പ്രാർത്ഥിക്കുവാനുള്ള നീ കൈകെട്ടി കിടന്നുറങ്ങുവാനുള്ളവനല്ല. ഓലോല കണ്ണുനീരൊഴുക്കി രാത്രിയുടെ യാമാരംഭത്തിൽ ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവപുരുഷന്മാർക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനുള്ള വ്യക്തിത്വങ്ങളാണ്. ഈ വചനങ്ങളൊക്കെ കേട്ടിട്ടും, ഇത്രയും കേട്ടിട്ടും നീ ഇതിനെ തിരസ്കരിക്കുന്നെങ്കിൽ നീ എഴുതി വെച്ചോ, നിനക്കൊരു ന്യായവിധി ഉണ്ട്. ഇത് ആത്മാവിടപെടുന്നു, ഒരു ന്യായവിധി ഉണ്ട്, സത്യം. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്തോ ഭയങ്കര ഗൗരവമായി ഈ വിഷയത്തെ ആത്മാവ് കൊണ്ടുപോകുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ സംസാരിക്കുന്നത് എന്റെ മൈൻഡോ എന്റെ ബുദ്ധിയോ അല്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നിലെ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സഭയോട് ഇടപെടുകയാണ്. അതെ, സഭ ശ്രദ്ധയോടുകൂടെ വിഷയത്തെ എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു. പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. പത്രോസ് ഉറങ്ങുകയായിരുന്നു. ദൈവവചനം പറയുന്നു, പിറ്റേ ദിവസം പത്രോസിനെ തലവെട്ടി കൊല്ലുവാൻ തീരുമാനിച്ച സമയത്ത്, അതിന്റെ തലേ രാത്രിയിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട പടയാളികളാൽ കാരാഗൃഹം കാത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് അപ്പോസ്തല പ്രവൃത്തി 12-ന്റെ 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. ദൈവദൂതൻ അവിടെ ഇറങ്ങിയെന്ന് എന്താണെന്നറിയോ? മറുഭാഗത്ത് സഭ ശക്തമായി പ്രാർത്ഥിക്കുകയായിരുന്നു. ശക്തമായി പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവത്തിന്റെ ദൂതൻ കാരാഗൃഹത്തിൽ വെളിപ്പെട്ടു, അറയിൽ കടന്നു.
വെളിച്ചം പ്രകാശിച്ചു. പത്രോസിന്റെ വിലാപ്പുറത്തു തട്ടി, എഴുന്നേൽക്ക എന്നവനോട് പറഞ്ഞ് അവനെ ഉണർത്തി. അവന്റെ ചെങ്ങല കൈമേൽ നിന്ന് വീണഴിഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം, മണിക്കൂറുകളുടെ ഗ്യാപ്പാണ്, മിനിറ്റുകളുടെ ഗ്യാപ്പാണ്. അസ്തമിച്ച സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ഉദയസൂര്യന്റെ കിരണങ്ങൾ വെളിപ്പെടാൻ മിനിറ്റുകളും മണിക്കൂറുകളും ഉള്ള സമയം ബാക്കി നിൽക്കുമ്പോൾ നേരം വെളുത്താൽ പത്രോസിന്റെ ശിരച്ഛേദനമാണ്. പക്ഷെ ആ ദൈവത്തിന്റെ കൃത്യസമയം നിങ്ങൾ കാണുന്നോ? ദൈവത്തിന്റെ ആ കൃത്യമായ സമയം നിങ്ങൾ ശ്രദ്ധിക്കുന്നോ? വേണമെങ്കിൽ പത്രോസിനെ ചെങ്ങലയാൽ പിടിച്ചു കെട്ടുമ്പോ ദൈവത്തിന് പത്രോസിനെ സേവ് ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ ഫിലിപ്പോസിനെ എടുത്തോണ്ട് പോയതുപോലെ ദൈവത്തിന്റെ ആത്മാവിന് പത്രോസിനെ എടുത്തോണ്ട് പോകാമായിരുന്നു. അല്ലെങ്കിൽ ദേശാന്തര ശക്തിയുടെ കണ്ണുകളെ തിമിരം പിടിപ്പിച്ചതുപോലെ പിടിക്കാൻ വന്നവന്റെ കണ്ണുകളെയെല്ലാം ദൈവത്തിന് ബ്ലൈൻഡ് ആക്കി കളയാമായിരുന്നു. ഇതൊന്നും ദൈവം ചെയ്തില്ല. കാരണം ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു കൃത്യസമയമുണ്ട്. ദൈവത്തിന് പ്രവർത്തിക്കാൻ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള കൃത്യമായ ഒരു സമയമുണ്ട്. ആ സമയം വെളിപ്പെടണമെങ്കിൽ സഭയുടെ പ്രാർത്ഥന ആവശ്യമാണ്. പ്രിയരെ, പ്രാർത്ഥന ആവശ്യമാണ്. സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിലാപ്പുറത്ത് ദൂതൻ തട്ടി എഴുന്നേൽപ്പിച്ചവനെ കൊണ്ടുപോയി. ചെങ്ങലയൊക്കെ കയ്യിൽ നിന്ന് തന്നെ അഴിഞ്ഞുപോയി. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ചിലരുണ്ടെങ്കിൽ, നമ്മളെയൊക്കെ കവർ ചെയ്ത് പിടിക്കാൻ ചിലരുണ്ടെങ്കിൽ, ആരൊക്കെ എവിടെയൊക്കെ എന്നൊക്കെ ഇട്ട് ബന്ധിച്ചെന്ന് പറഞ്ഞാലും അതൊക്കെ തന്നെ അഴിഞ്ഞു പോവും. പക്ഷെ പലരും അത് മറന്നുപോയിട്ടുണ്ട്. ദൈവസഭയിൽ വന്നവർ, പ്രാർത്ഥിച്ചവർ, ദൈവസന്നിധാനത്തിൽ വന്നവർ, എത്രയോ ദിവസങ്ങളിൽ, എത്രയോ പ്രാർത്ഥനകളിൽ, എത്രയോ വചന ശുശ്രൂഷകളുടെ നടുവിൽ നിന്നെ തകർത്ത് കളയാൻ ശത്രു ഒരുക്കിയ പദ്ധതികൾ സഭകളിൽ നടന്ന ശുശ്രൂഷകളിലും ആരാധനയിലും ദൈവം പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. എത്രയോ സന്ദർഭങ്ങളിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ നീ പോലും അറിയാതെ ശത്രു നിനക്ക് ഒരുക്കി വെച്ച എത്രയോ കെണികളെ ദൈവം പൊട്ടിച്ചിട്ടുണ്ട്. മറന്നുപോയി പലരും. മറക്കരുത് പ്രിയരെ. അവൻ അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചെയ്തു. വസ്ത്രം പുതച്ചു, എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. നിങ്ങൾ ഇവിടെ കാണേണ്ട ഒരു സംഭവം അതിന്റെ 11-ാമത്തെ വാക്യമാണ്. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് വാസ്തവമായി ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ദുഷ്ടന്റെ സകല പ്രതീക്ഷകളിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ച കൃത്യസമയം. ശത്രുവിന്റെ സകല പ്രതീക്ഷകളിൽ നിന്നും ദൈവം എന്നെയും നിങ്ങളെയും വിടുവിച്ച കൃത്യസമയം. ഓ, താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ഹോളി ഗോസ്റ്റ്. പിശാച് നിങ്ങൾക്കെതിരെ ടാർഗറ്റ് ചെയ്ത പല തിന്മകളിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിച്ച റൈറ്റ് ടൈം. പ്രിയപ്പെട്ടവരെ, ബൈബിൾ പറയുന്നു, യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം കൃത്യമായ സമയത്ത് പീറ്ററിനെ, പത്രോസിനെ വിടുവിപ്പാനിടയായി. നിങ്ങൾ ഈ ഭാഗത്ത് ദൈവത്തിന്റെ കൃത്യസമയം കാണുന്നുണ്ടോ? ദൈവത്തിന്റെ ആ കൃത്യമായ ആക്യുറേറ്റ് ആയിട്ടുള്ള ടൈമിംഗ് നിങ്ങൾ കാണുന്നുണ്ടോ? ചെങ്കടലിന്റെ നടുവിൽ നിങ്ങളത് കാണുന്നുണ്ടോ? ബെഥേസ്ദ കുളക്കരയിൽ നിങ്ങളത് കാണുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മോറിയ മലയിൽ നിങ്ങളത് കാണുന്നുണ്ടോ? സാരാപത്തിലെ വിധവയുടെ വിഷയത്തിൽ നിങ്ങൾ കാണുന്നുണ്ടോ? പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി കുഞ്ഞുങ്ങളെ കടക്കാർ പിടിച്ചുകൊണ്ടുപോകാൻ നിൽക്കുന്ന ആ വേളകളിൽ നിങ്ങൾ കാണുന്നുണ്ടോ? പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ കാരാഗ്രഹത്തിന്റെ അകത്ത് നേരം പുലരുവാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോൾ രാത്രിയുടെ യാമത്തിൽ സഭയുടെ പ്രാർത്ഥനയുടെ നടുവിൽ തന്റെ ദാസനെ വിടുവിച്ച ദൈവത്തെ നിങ്ങൾ കാണുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സമയമല്ല ദൈവത്തിന്റെ സമയം. നിങ്ങളുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ. നിങ്ങളുടെ വിചാരങ്ങളെക്കാൾ അപ്പുറമാണ് നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ. നിങ്ങളുടെ വഴികളെക്കാൾ അപ്പുറമാണ് നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിങ്ങളെ കുറിച്ചുള്ള അവന്റെ വിചാരങ്ങൾ
വലുതാകുന്നു പ്രിയരെ. നിങ്ങളെ കുറിച്ചുള്ളവന്റെ വഴികൾ വിശാലമാകുന്നു സഹോദരങ്ങളെ. ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. കർത്താവേ, എനിക്കായി, എന്റെ കുടുംബത്തിനായി, എന്റെ ശുശ്രൂഷയ്ക്കായി, എന്റെ ജീവിതത്തിനായി, എന്റെ വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടേണ്ടതിനായി നീ വരിച്ചിരിക്കുന്ന തക്ക സമയം, ആ കൃത്യമായ സമയം എന്റെ ജീവിതത്തിൽ വെളിപ്പെടണം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ, ദൈവദാസനെ പ്രാർത്ഥിച്ചേ. ഓ താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്.